അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? അപ്പോൾ വെളിച്ചെണ്ണപ്പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാക്ക് സവാളജി തിന്നുമ്പോൾ ഇത്തിരി നമുക്ക് ഇത് എനിക്കിത്തിരി ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പുളിച്ചൊക്കെ തേട്ടും. പക്ഷെ നമുക്കത് പ്രശ്നമില്ല, സപ്ലിമെൻ്റ് കൊണ്ടിട്ട് ഞാനത് അറിയില്ല. പക്ഷെ പത്തിരി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നല്ലൊരു വെളിച്ചെണ്ണപ്പത്തിരി ഉണ്ടാക്കണ മെത്തേഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ പറയണ പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചായക്കടയൊക്കെ ഇടുന്ന നല്ല മൊരിച്ച് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് തന്നെ വെള്ളം വെച്ച് അതിന് ആവശ്യമുള്ള ഉപ്പ് പൊടിക്കും കൂടി കണക്കാക്കിയിട്ട് ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിട്ടിട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഈ തിളക്കണ വെള്ളത്തിലോട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് തീ കുറക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ചെറിയ തീയിലിട്ട് നമുക്കിത് നല്ലോണം വാട്ടിയെടുക്കാനായിട്ട്. ശരിക്കും വാട്ടണം, നല്ലോണം വെന്ത് കിട്ടണം പൊടി. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. പിന്നെ അത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തുറന്നിട്ട് 1 സ്പൂൺ കരിഞ്ജീരകം, പഞ്ചസാര ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി, ചേർത്തിട്ട് നമുക്ക് പിന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് 10 മിനിറ്റ് അടച്ച് മൂടി വെച്ച പൊടിയാണെന്ന് ഓർമ്മ വേണം. അതിനിത് നമ്മളിത്തിരി പച്ചവെള്ളം തൊട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ്. അപ്പോൾ ഞാൻ കുഴച്ച് വെള്ളം തൊട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കൈവെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ല പൊടി നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ലോണം കുഴന്നിട്ടുണ്ടാവും, നല്ല ടൈറ്റും ആയിരിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് 10-15 മിനിറ്റ് ഒരു നനഞ്ഞ ടവലിട്ട് മൂടി വെക്കുക. അതിന് ശേഷം നമുക്ക് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. എന്നിട്ട് ഒന്നും കൂടി കുഴച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കണം, പൊടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കൈപ്പത്തിരി പോലെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തണം. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തണം. ഞങ്ങളുടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കൊളസ്ട്രോൾ ഫ്രീ ആണ്. പിന്നെ നല്ലോണം അധികം എണ്ണ കുടിക്കില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇതിൽ വെളിച്ചെണ്ണക്കാട്ടിലും ടേസ്റ്റാണ്. റിയൽ ടേസ്റ്റ് അറിയാമെന്ന് എല്ലാവരും ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫാനായി മാറും. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ വില കൂടിയ പിന്നെ ഒട്ടും ഉപയോഗിക്കണില്ല. അപ്പോൾ അതൊരു ഉപകാരമായി ആ വില കൂടിയത്. ഇത് തന്നെ ഉപയോഗിക്കാനായി. ആദ്യം ഒരു മടിയായിരുന്നു എന്തെങ്കിലും താളിക്കാനൊക്കെ. ഇപ്പം എല്ലാം ഇച്ചാൻ്റെ അവർ ഞാനിതിൽ തന്നെയാണ്. അപ്പോൾ അതും ഒരു അനുഗ്രഹമായി കാണുന്നു. അങ്ങനെ അത് പരത്തണം. പിന്നെ ഒന്ന് കുഴൽ വെച്ച് പരത്തി എന്നിട്ട് നമ്മൾ ഇത് ഏതാണ് മൂടി വെച്ച് മുറിച്ചെടുത്ത് എണ്ണ അപ്പോൾ നല്ല ചൂടായി കിടക്കണം. ഹൈയിൽ കിടക്കണ എണ്ണയിലോട്ട് ഓരോ പത്തിരികൾ ഇട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ മീഡിയത്തിലോട്ടാക്കണം ഫയർ. എന്നിട്ട് അതൊന്ന് കൊമ്മളച്ചിങ്ങനെ വരും. വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തീ പറ്റ കുറച്ചിട്ട് നല്ലതായിട്ട് മൊരിച്ചെടുക്കണം ചെറിയ തീയിൽ. അപ്പോൾ ഒരിക്കലും ഉണ്ട് നല്ല പണി, അധ്വാനം. ഇങ്ങനെ നിന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി നമുക്ക് കഴിക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ തേങ്ങയും വേണ്ട, ജീരകവും വേണ്ട, ഒന്നും ചേർക്കാണ്ടല്ലേ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കണത്. അപ്പോൾ മാഷാ അല്ലാഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, കൂടെ സബ്സ്ക്രൈബും ചെയ്യൂ. അപ്പോൾ എല്ലാവരും തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോണ്ടിട്ടാണ് എനിക്കിത്ര ഇങ്ങനെ നിർത്താണ്ട് ഞാൻ ഓർത്ത് എത്ര ദിവസം ഞാനിത് ചെയ്യുമെന്ന്. ഇപ്പോഴും ഒരു ഉറപ്പില്ല കേട്ടോ. ഇന്നൊക്കെ എനിക്ക് പറ്റുമോ. പക്ഷേ ഞാനൊന്നും അറിയണില്ല. സമയം പഠിച്ചോനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരും, അപ്പം അത് ചെയ്യും. അതുകൊണ്ട് എനിക്കിതൊരു ഭാരമായി തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളും
ഭാരമാകാത്ത വിധത്തിൽ അതൊന്ന് ലൈക്കും ഷെയറൊക്കെ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ടായി. അപ്പോൾ അത് ചൂട് ചായയും കൂട്ടി ഞാൻ കാലത്ത് പത്തിരിയാണ് കഴിച്ചത്. മാഷാ അല്ലാ, മധുരം ഇടാത്ത.